ആദ്യം തന്നെ ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് നമുക്ക് അടുത്ത പറയാം. ഉൻ ലോഗോ സെ തുനെ മുझे ബച്ചാ ലിയ. എന്തെങ്കിലും പ്രയാസമുള്ള സന്ദർഭത്തിൽ ഒരാളുടെ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുത്തി വന്ന സീനാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ നമ്മളെന്താ നമ്മളതൊന്നല്ല പറയും. നമ്മൾ വ്യാകരണങ്ങൾ പഠിക്കുന്ന സന്ദർഭത്തിന് എന്താണ് പറയേണ്ടത്, വ്യാകരണങ്ങൾ പഠിക്കണം, അതനുസരിച്ച് പറയണം ഹിന്ദിയിൽ. പ്ലീസ് ഒന്ന് മുഴുവനായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും, എന്നാലാണ് ഫുള്ളായിട്ട് മനസ്സിലാകും. ഉൻ ലോഗോ സെ തുനെ മുझे ബച്ചാ ലിയ. ഉൻ ലോഗോ സെ, ഉൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ, ഉൻ അവർ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഉൻ ലോഗോൻ സെ, ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ, ആ കുറച്ച് ആൾക്കാരുണ്ട്, ആൾക്കൂട്ടത്തിൽ നിന്ന്. ലോഗോൻ സെ, ആൾക്കൂട്ടത്തിൽ നിന്ന്. നമ്മൾ ട്രെയിനൊക്കെ പറയുന്നില്ല, കൊയിലാണ്ടി സേ കാലിക്കറ്റ് തക്ക് ജാനേവാലെ ട്രെയിൻ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ കൊയിലാണ്ടിയിൽ നിന്നും, അതുപോലെ ആ ജനങ്ങളിൽ നിന്നും. ഉൻ ലോഗോൻ സേ, ആ ജനങ്ങളിൽ നിന്നും. തൂനെ മുझे ബച്ചാ ലിയ. തൂനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ, മുझे എന്നെ, ബച്ചാ ലിയ. ബച്ചാ ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ രക്ഷിച്ചു, എന്നെ ബച്ചാ ലിയ. അതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അങ്ങനെ എന്തെല്ലാം സന്ദർഭത്തിൽ പറയാണ്, ഒരാളിപ്പോൾ പറയാണ്, എൻ്റെ കുറേ ടീംസ്, എൻ്റെ കുടുംബക്കാരൊക്കെ ഉള്ള സമയത്ത് നമ്മളെ ചങ്ങായി വന്ന് വിളിച്ച് ഒരു കാര്യം പറഞ്ഞ് പോകുന്നത്, രക്ഷപ്പെട്ടു, ഒരേ ലോഗോൻ സെ തുനെ മുझे ബച്ചാ ലിയ. അങ്ങനെയും പറയാം തമാശ രൂപത്തിൽ, എന്നെ നീ രക്ഷിച്ച്, ബച്ചാ ലിയ. നമ്മൾ കേട്ടിട്ടില്ലേ, ബച്ചാവോ മുझे ബച്ചാവോ, എന്നെ രക്ഷിക്കൂ, അങ്ങനെ കേട്ടിട്ടില്ലേ? അതെന്നെ ബച്ചാ ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നീ രക്ഷിച്ചു. മഗർ മേ അഭി യഹി സോച്താ ഹേ കി. അതായത് മഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ, എന്നാൽ, മേ അഭി ഇപ്പോൾ, അഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ, ഏ സോച്താ ഹേ കി. സോച്താ ഹേ കി, സോച്താ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചിന്തിക്കുന്നത്. ഞാൻ ഇപ്പം ചിന്തിക്കുന്നത്, മഗർ ബേട്ടാ മേ അഭി യഹി സോച്താ ഹേ കി, യഹി സോച്താ ഹേ കി. ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, മഗർ മേ അഭി യഹി സോച്താ ഹേ കി ഓ ബഹുത് ഖത്തർനാക് ലോഗ് ഹേ. ഖത്തർനാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടകാരികളായിട്ടുള്ള ആളുകളാണ്. ഖത്തർനാക് ലോഗ് ഹേ, അപകടകരമായിട്ടുള്ള ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ്, എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ്. ഓ ലോഗ് ബഹുത് ഖത്തർനാക് ഹേ, അല്ലെങ്കിൽ ഓ ബഹുത് ഖത്തർനാക് ലോഗ് ഹേ, അവർ ഭയങ്കര പ്രശ്നക്കാരാണ്. ഖത്തർനാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള എന്നുള്ളതാണ് ഖത്തർനാക്ക്. ഇവിടെ ഖത്തർനാക്ക് ലോഗ് ഹേ, ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ വളരെ വ്യാകരണങ്ങളാണ്, വാക്കുകളുടെ അർത്ഥമൊക്കെ പഠിക്കുക, ഏത് സമയത്തും എങ്ങനെയും ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിച്ചു തരുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നിങ്ങൾ ഇക്കളി കളിച്ചാൽ പോരാ. അപ്പോൾ ഓ ലോഗ് ബഹുത് ഖത്തർനാക് ഹേ, ഓ ബഹുത് ഖത്തർനാക് ലോഗ് ഹേ, वो कुछ भी कर सकते हैं, तुमको कुछ भी कर सकते हैं, എന്തും ചെയ്യാൻ. കർ സക്തേ ഹേ, സക്തേ ഹേ എന്ന് പറയുന്നത് എന്താണ്, ക്യാൻ എന്നുള്ള, ഇംഗ്ലീഷിൽ ക്യാൻ എന്ന് പറയുന്നില്ലേ, ये कर सकते हैं, എനിക്കിത് ചെയ്യാൻ കഴിയുമോ, ആ മുझे ये कर सकता है, എനിക്ക് ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറയുന്നില്ലേ. അതുപോലെ തന്നെ സക്ത എന്ന് പറയുന്നത് കഴിയുക എന്നുള്ളതാണ്. ഓ കുച്ച് ബി കർ സക്തേ, കുച്ച് ബി എന്തും, കുച്ച് ബി കർ സക്തേ, എന്തും ചെയ്യാൻ കഴിയും. അതാണിപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നീ എന്നെ രക്ഷിച്ചതിന് വളരെ നന്ദി മഗർ, പക്ഷേ എന്നാൽ മഗർ മേ അഭി യഹി സോച്താ ഹേ കി വോ ലോഗ് ബഹുത് ഖത്തർനാക് ഹേ, വോ കുച്ച് ബി കർ സക്തേ ഹേ, वो तुमको कुछ भी कर सकते हैं, वो बहुत परेशान है मुझे, എനിക്ക് വളരെയധികം പ്രയാസമുണ്ട്. അപ്പോൾ എനിക്ക് അതാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ എടുത്തോണ്ടാന്ന് പക്ഷേങ്കിൽ അപകടം പിന്നെയും പതിയിരിക്കുന്നുണ്ട്. ബഹുത് ഖത്തർനാക്ക്, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മളിവിടെ ഈ പ്രയാസങ്ങൾ നമ്മളെ സന്ദർഭത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് ഖത്തർനാക്ക്, മഗർ, അബി, കുച്ച് ബി അങ്ങനെയുള്ള വാക്കുകളൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചില സമയത്ത് നമ്മൾ ബസ്സിലൊക്കെ ലോങ് യാത്ര പോകുന്നവരെ നമ്മൾ വെറുതെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. കണ്ടക്ടർ വരുന്ന, കണ്ടക്ടർ ആത്താ ഹേ, वो भी പൈസ പൂച്ചേക മുझे, എന്നോട് പൈസ ചോദിക്കും. അങ്ങനെ ഓരോന്ന് സന്ദർഭങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള വ്യാകരണങ്ങൾ വരുന്ന സമയത്ത് അതും കൂടി ഉപയോഗിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങ് വരണം. അത് കുറേ സംസാരിച്ച് കഴിഞ്ഞാൽ ഇങ്ങ് വരും, പേടിക്കാനൊന്നുമില്ല. അല്ലാണ്ട് മണ്ണപ്പാടാക്കിയിട്ട് പഠിക്കാനൊന്നുമല്ല. കുറേ ഇങ്ങനെ പറയുക, പ്രാക്ടിക്കൽ ചെയ്യുക. നമ്മളൊന്നും പഠിക്കാണ്ട് ദുബായ് ഹിന്ദിയൊക്കെ അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടി SSLCക്ക്. പക്ഷേങ്കിൽ നമ്മൾ ദുബായിൽ ഉള്ള സമയത്ത് പാകിസ്ഥാനികളായിട്ട് ഹിന്ദി സംസാരിക്കാൻ അവസരം കിട്ടി. അന്നേരമാണ് ഹിന്ദി അത്യാവശ്യം സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ. അപ്പം ഞാൻ പറയുന്നത് അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ, ഹിന്ദിക്കാരുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദി ഒരു ദിവസം ഒരു അരമണിക്കൂർ ഫോണിൽ സംസാരിക്കുക, ഹിന്ദിയിൽ സംസാരിക്കാൻ ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരിക ഏത് ഭാഷയും എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോയിൽ കാണാം. നന്ദി.